മജ്ലിസുന്നൂർ പ്രകാശ സദസ്സ് എന്ന്. നൂറുമുണ്ട് നാറുമുണ്ട്. നൂറും നാറുമുണ്ട്. അതിന്റെ കളിയാണ് ഈ ലോകത്ത്. മനുഷ്യ ശരീരത്തിലും അങ്ങനെയാണ്. ഒരു ഭാഗത്ത് നൂറാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നാറാണ്. ഈ ലോകത്തെ ഏറ്റവും നികൃഷ്ട സൃഷ്ടി അത് ഇബ്ലീസുൽ ലഈനാണ്. അവൻ നാറാണ്. അവന്റെ തറവാടും നാറാണ്. അനമിനൻ നാർ എന്നാണ് അഹങ്കാരത്തോടെ പറഞ്ഞത്. ഞാൻ നാറിൽ നിന്ന് വന്നവനാണ്. അദല്ലുൽ ഖൽഖി ഇബ്ലീസ്, ഞാൻ നാറിൽ നിന്ന് വന്നവനാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെടുന്നത് അനമിനൻ നൂർ എന്നാണ്. അപ്പൊ അഷ്റഫ് നൂറിൽ നിന്ന് അതല്ല് നാറിൽ നിന്ന്. മജ്ലിസുന്നൂർ എന്തിനാണ് എന്ന് വെച്ചാൽ അവസാനത്തെ ബൈത്ത് ഓർമ്മപ്പെടുത്തി. നാറിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നൂറുകൊണ്ട് പരലോകം നന്നാവാൻ വേണ്ടിയാണ് മജ്ലിസുന്നൂർ. അതാണല്ലോ അവസാനത്തെ ബൈത്തിന്റെ അർത്ഥം. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് പറയുന്നത്. പടച്ചോനെ, നാറിൽ നിന്ന് വന്ന ദുശക്തിയായ ഇബ്ലീസും അവന്റെ അനുയായികളും ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം റൂഹ് പിരിയുന്ന സമയമാണ്. നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നതും യാത്ര ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും പണിയെടുക്കുന്നതും അധ്വാനിക്കുന്നതും ദാനധർമ്മം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും ഒക്കെ ആ സെക്കൻഡിന് വേണ്ടിയാണ്. അല്ലേ? ആ സെക്കൻഡിന് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ സെക്കൻഡ്. ഏതാ സെക്കൻഡ്? റൂഹ് പിരിയണ സെക്കൻഡ്. കണ്ണിന്റെ ഉള്ളിലൂടെ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ കണ്ണിങ്ങനെ നോക്കുകയാണ്. അപ്പൊ റൂഹ് മനുഷ്യനോട് പറയും, ഇന്നി ഉഫാരിഖുക ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ഖിയാമത്ത് നാൾ വരെ നിന്നോട് പിരിയാണെന്ന്. അപ്പൊ ശരീരത്തിൽ നിന്ന്, ബോഡിയിൽ നിന്ന്, ദേഹത്തിൽ നിന്ന് ദേഹി പോകുമ്പോ അവൻ നോക്കുകയാണ്. ആ സമയം ദേഹവും ദേഹിയും തമ്മിൽ വെട്ടിപിരിയുന്ന സമയം. അതാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഒരു മനുഷ്യൻ ആ സമയം വരെ കള്ളു കുടിച്ചു നൂട്ടുക, വ്യഭിചരിച്ചു നൂട്ടുക, ആ സമയത്ത് അങ്ങോട്ട് നന്നായാൽ രക്ഷപ്പെട്ടു. ഒരു മനുഷ്യൻ ആ സമയം വരെ ഇബാദത്ത് ചെയ്തു, ദിക്റല്ലേ, ആ സമയത്ത് ട്രാക്ക് മാറിയാൽ അപകടത്തില്ല. എന്തുകൊണ്ട്? ഇനിയാണ് ജീവിതം, ഇത് ജീവിതമല്ല. ഇനിയാണ് ജീവിതം, ഇത് ജീവിതമല്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ റൂഹ് പിരിയുന്ന സുപ്രധാനമായ ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള പരീക്ഷണത്തിന്റെ, ആശങ്കയുടെ, ഭീതിയുടെ, എന്നാൽ പ്രതീക്ഷയുടെയും സമയമായ ആഖിബത്തിന്റെ സമയമില്ലേ, ആ സമയത്താ കാരണം ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം. എന്തുകൊണ്ടാണ്? ബദരീങ്ങളും തമ്മിലുള്ള ബന്ധം തീനിയായ ബന്ധമല്ല, ദീനിയായ ബന്ധമാണ്. ബന്ധം രണ്ട് നിലയിലുണ്ട്. തീനിയായ ബന്ധമുണ്ട്, ദീനിയായ ബന്ധമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെന്നറിയോ? ഒന്ന് കളിമണ്ണോണ്ടുള്ള ബന്ധം. എന്താണ്? വാപ്പ മോന്, ഉമ്മ മോന്, മോള്, എളാപ്പ മൂത്താപ്പ, അമ്മോന് പേരക്കുട്ടി, ഇങ്ങനെയുള്ള ബന്ധമുണ്ടല്ലോ. ഇതൊക്കെ തീനിയായ ബന്ധം. എന്താണ്? നമ്മളൊക്കെ ഒരു മണ്ണിന്നുണ്ടായി, കുറച്ച് രക്തബന്ധമൊക്കെ ഉണ്ടായി, അങ്ങനെയാണ്ട് പോണ ബന്ധമാണ്. ദീനിയായ ബന്ധം എന്ന് പറഞ്ഞാൽ ബദരീങ്ങളായിട്ടുള്ള ഔലിയാക്കളായിട്ടുള്ള ബന്ധം. തീനിയായ ബന്ധം മണ്ണ് കൊണ്ടുവച്ചാ തീർന്നു, ഖലാസ്. തീനിയായ ബന്ധം മണ്ണ് കൊണ്ടുവച്ചാ തീർന്നു. ഒരു ഭർത്താവ് മരിച്ചാൽ ഇത് കഴിഞ്ഞാൽ ഭാര്യ മറ്റൊരാളെ സ്വീകരിച്ചു, മരിച്ചയാളോ മണ്ണിന്റെ അടിയിൽ, ഇവള് ബെഡ്റൂമിൽ വേറെ ആള്. സുബ്ഹാനല്ലാഹ്. ഇവളെ ഭർത്താവിന്റെ നെഞ്ചത്ത് പുഴുക്കള്, അവളെ നെഞ്ചത്ത് പുതിയ ഭർത്താവ്. കാരണം തീനിയായ ബന്ധാണ്, അത് തീനിയായ ബന്ധാണ്. എനിക്ക് ശരിക്കനുഭവം ഉണ്ട്. ഞാനൊരു പെണ്ണിന്റെ 5ാമത്തെ നിക്കാഹ് ചെയ്ത് കൊടുത്ത ആളാണ്. ഞാൻ ഒരു പെണ്ണിന് 5ാമത്തെ നിക്കാഹിന് ഞാനായിരുന്നു. അപ്പൊ നിക്കാഹിന് ഇരിക്കുമ്പോൾ ഒരാളിനോട് പറഞ്ഞു, റഹ്മാനി 5ാമത്തെ കല്യാണമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ പെണ്ണിനെ കെട്ടിയവരൊക്കെ മരിക്കണം. അതിലെനിക്ക് ബേജാറായി. ഞാൻ ചോദിച്ചു, നിക്കാഹ് നടത്തിയ ആൾക്കാർ മരിക്കണ്ടോന്ന് ചോദിച്ചു. കാരണം നമുക്ക് ബേജാറല്ലോ. അപ്പോൾ പറഞ്ഞു, അതില്ല, ആദ്യം നിക്കാഹ് ചെയ്ത് കൊടുത്ത ആളാണ് ആ മൂലയ്ക്ക് ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് പിന്നെ ഞാൻ നിക്കാഹിന് ഇറങ്ങിയത്. മറ്റേ എനിക്കും ബേജാറാണ്.
അല്ല, അങ്ങനെ ഉണ്ടാവാം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചതല്ല, ആ പെണ്ണ് പുതുവണ്ണായിട്ട് ചമഞ്ഞു പോണത് നേരെ മുമ്പ് ആ പെണ്ണിനെ കെട്ടി മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ കബറിന്റെ അരികിലൂടെ പുത്തമ്പള്ളിയിലായി. ജീവിതത്തിന്റെ ഈ ലൈഫ് ഒന്ന് ചിന്തിച്ചാൽ ഉള്ളിലൊക്കെ വഞ്ചന കേട്ടോ. അതിമോ അല്ലാതെ കൂടാൻ നിൽക്കണ്ട. ഈ ലൈഫ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ചിന്തിച്ചാൽ ഉള്ളിലൊക്കെ കടും വഞ്ചനയാണ്. ഇതിമൊന്നും ഒരു അർത്ഥമില്ല. സത്യത്തിൽ ആ പെണ്ണിന്റെ 4ാമത്തെ ഭർത്താവിന്റെ കബർ പുത്തമ്പള്ളിയിലാണ്, ആ റോഡ് സൈഡിലാണ്. ഇവൾ 5ാമത്തെ ഭർത്താവിന്റെ അടുത്തേക്ക് പോണത് പുത്തമ്പള്ളിയിൽ കൂടിയാണ്. അപ്പൊ ഈ പെണ്ണ് പുതുവണ്ണായിട്ട് പോയ കൂട്ടത്തിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പെണ്ണുങ്ങളൊപ്പം പോയിരുന്നു. എന്റെ പെങ്ങന്മാര്. ഞാൻ ചോദിച്ചു, ഏക്കൂടെ പോയിന്ന് ചോദിച്ചു. 4ാമത്തെ ഭർത്താവിന്റെ കബറിന്റെ തൊട്ടടുത്ത് കൂടിയ വണ്ടി പോയിന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ചു ആ മനുഷ്യന്റെ ഒരു അവസ്ഥ. കാരണം മൂപ്പരെ ഭാര്യ ഇക്കൂടി പോണ മൂപ്പര അറിയല്ലോ. ആ സമയത്ത് മൂപ്പര നഞ്ഞത്ത് കുറച്ച് പുഴുക്കള്, ഭാര്യന്റെ ശരീരത്തിൽ പൂക്കോട്ടെ അത്തോളം. അത് തീനിയായ ബന്ധം. ദീനിയായ ബന്ധം അങ്ങനെയല്ല. അത് സത്യത്തിൽ തുടങ്ങുന്നത് മരിച്ചാലാ, മരിക്കണവരെയല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ആ സമയത്ത് ബദരീങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആൾക്കാർ ബദരീങ്ങളാണ്. ആ സമയത്ത് ആരും ഉണ്ടാവില്ല. ആ സമയത്ത് കൂടെ ഉള്ളത് ബദരീങ്ങളാ. വന്നാൽ രക്ഷപ്പെട്ടു. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. റൂഹ് പിരിയുന്ന അവസാനത്തെ സെക്കൻഡില്ലേ, വലിച്ചാൽ കിട്ടാത്ത കഠോരമായ വേദനയ്ക്ക് പാത്രീഭവിച്ചുകൊണ്ട് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമില്ലേ, ഭാര്യക്ക് റോളില്ല, ഭർത്താവിന് റോളില്ല, വാപ്പയ്ക്ക് റോളില്ല, അനുജന് റോളില്ല. അധികാര സ്വാധീനത്തിന്റെ പാടവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ കടന്നു വരുന്നത് മുസ്തഫായ നബിയും പാർട്ടികളുമാ. അപ്പൊ നമ്മുടെ ആൾക്കാരെന്ന് നമുക്ക് ഉറപ്പുള്ളവര് അത് ബദരീങ്ങളാ.